or die. അപ്പോൾ എൻ്റെ നാട്ടിലെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ നമുക്ക്. എൻ്റെ നാട്ടിലെ കാഴ്ചകളെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും ഈ വീഡിയോ മുഴുവൻ തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ പ്രവാസികൾക്കും നമ്മളുടെ നാടാണ് എൻ്റെ നാട്ടിലെ പുല്ലിപ്പറമ്പ് അങ്ങാടി കേട്ടോ. എൻ്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് അങ്ങാടിയിൽ തൊട്ടടുത്ത്. അപ്പം നമുക്ക് എൻ്റെ നാട്ടിലെ കാഴ്ചകളൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങളെല്ലാവരും കാണുക. അപ്പോൾ നമ്മളെ കുറേ ഫ്രണ്ട്സുകളുണ്ട്. ഹായ്. അപ്പോൾ നമ്മളെ കുറേ ഫ്രണ്ട്സുകളുണ്ട് ഇവിടെ. ഇതാണ് നമ്മളെ പുല്ലിപ്പറമ്പ് അങ്ങാടി കേട്ടോ. കണ്ടില്ലേ, ഇതാണ് നമ്മളെ പുല്ലിപ്പറമ്പ് അങ്ങാടിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ കുറേ ഫ്രണ്ട്സുകൾ എന്നോട് ചോദിച്ചിരുന്നു എൻ്റെ അങ്ങാടിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ സ്പ്രേ ഒക്കെ ആയിട്ട് ഇതാ നമ്മളെ ഒരു സുഹൃത്തോട് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അത് നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. അപ്പോൾ സ്പ്രേ വെക്കുന്ന ആ ഇക്കയുടെ അടുത്തേക്ക് നമുക്ക് പോവാം. ആ ഇക്ക എന്തൊക്കെയാണ് നിർത്തണോ പറ. അപ്പോൾ നമ്മളെ ഒരു ഇക്ക ഇവിടെ ഉണ്ട്. ഇവിടെ കുറേ സ്പ്രേയും ഇതൊക്കെ ഉണ്ട്. നമ്മുടെ പുല്ലിപ്പറമ്പ് അങ്ങാടിയിലാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ എല്ലാ സ്പ്രേ ഉണ്ടോ ഇക്കാക്ക? എല്ലാം ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളെ എന്തൊക്കെ സ്പ്രേ ആണ് ഇതിലൊന്ന് പരിചയപ്പെടുത്താമോ? ഒന്ന് ഏതൊക്കെ സ്മെല്ല് എന്തൊക്കെയാണെന്നൊന്ന് പറയുക. അപ്പോൾ നമ്മളതിൽ ഊതുപരമായതുണ്ട്. വൈറ്റ് ഊത്, ബ്ലാക്ക് ഊത്, ഊത് കുവൈറ്റ്, അമീർ ഊത്, മസ്കിരിജാരി, അങ്ങനത്തെ പല ഊതുകളുണ്ട്. ഊത് ലാവണ്ടർ, അതുപോലെ ചന്ദനം, സിൽവർ, സാൻഡൽ, കത്ത്, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് അത്ര സ്പ്രേകളൊക്കെ പരിചയമാക്കാൻ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഞാൻ ഇപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ്. നിങ്ങൾ ഇപ്പോൾ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ടോ? ഇവിടെ എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം ഉണ്ടാവും. അപ്പോൾ ഇത് എല്ലാ തിങ്കളാഴ്ച മാത്രമേ വരല്? എല്ലാ തിങ്കളാഴ്ചകളിലും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ കാണുന്നവർ ഇതിപ്പോൾ ഞാൻ എൻ്റെ നാടാണ് കേട്ടോ. എൻ്റെ നാട് അങ്ങാടിയായ പുല്ലിപ്പറമ്പ് അങ്ങാടിയിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളവർ നിങ്ങൾക്ക് ഇതാട്ടെ ഇത് നമ്മളെ ഈ സ്പ്രേയും അത്തറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എല്ലാ ഐറ്റംസും ഇതാ, തൊപ്പികളും എല്ലാ ഐറ്റംസും ഉണ്ട്. ഫാൻസി മോതിരങ്ങളൊക്കെ ഉണ്ട്. എല്ലാ മോതിരങ്ങളും ചന്ദനത്തിരി ഒക്കെ ഉണ്ട്. ആണോ, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുല്ലിപ്പറമ്പ് അങ്ങാടിയിലാണ്. അപ്പോൾ നിങ്ങളെ ആരെങ്കിലും ഇത് കാണുന്നവർ ആവശ്യമുള്ളവർ ഇവിടെ തിങ്കളാഴ്ച വന്നാൽ. അപ്പോൾ തിങ്കളാഴ്ച എപ്പോഴും ഇവിടെ ഉണ്ടാവുക എന്ന് പറയാം. 3 മണിക്ക് ശേഷം ഉണ്ടാവും. അപ്പോൾ കേട്ടില്ലേ. അപ്പോൾ തിങ്കളാഴ്ച 3 മണിക്ക് ശേഷം ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇവിടെ ബന്ധപ്പെടാം. അപ്പോൾ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളെ പുല്ലിപ്പറമ്പ് അങ്ങാടിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. എൻ്റെ നാട്ടിലെ അങ്ങാടിയാണ്. നമ്മളെ ഹോൾസെയിൽ കട, ഞാൻ സാറ് വാങ്ങുന്ന ഹോൾസെയിൽ കടയാണ്. നമ്മളെ ഇക്കയുടെ കടയാണ്. ഇക്ക ഇവിടെ നോക്കിയത് കേട്ടോ. ഇതാണ് നമ്മളെ പുല്ലിപ്പറമ്പ് അങ്ങാടിയുടെ കടയാണ് ഞാൻ കാണിക്കുന്നത്. പുല്ലിപ്പറമ്പ് അങ്ങാടിയിലെ നമ്മളെ നയന ലൈറ്റേഴ്സ് സൗണ്ടാണ് കേട്ടോ. വണ്ടിയാണ് വരുന്നത്. നമ്മൾ നയന ലൈറ്റേഴ്സ് സൗണ്ട്. ഞാൻ അന്ന് വീഡിയോ ഇട്ട് നയന ലൈറ്റേഴ്സ് സൗണ്ടിൻ്റെ സുഹൃത്താണിത്. ഞാനന്ന് വീഡിയോ ഇട്ട് കൃഷ്ണ നമ്മളെ ലോകം പ്രവാസികൾ കാണുന്ന എല്ലാവർക്കും എന്താണ് പറയുള്ളത് പറയടാ. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മളെ പുല്ലിപ്പറമ്പ് അങ്ങാടി
അവിടെ ടൈലർ ഷോപ്പുണ്ട്. അതുപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉള്ള ഹാർഡ്വെയർസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ അങ്ങാടിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. എൻ്റെ നാട്ടിലെ പുല്ലിപ്പറമ്പ് അങ്ങാടിയാണ്. അതിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് അങ്ങാടിയുടെ തൊട്ടടുത്ത്. അപ്പോൾ നമ്മളെ പുല്ലിപ്പറമ്പ് അങ്ങാടിയിട്ട് ഹാർഡ്വെയർസ് എല്ലാവരും കാണിക്കുന്നു കേട്ടോ. നമ്മൾ ഹാർഡ്വെയർസൊക്കെയാണിത്. അങ്ങാടിയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. കാണില്ലേ? അന്ന് നമ്മളെ അസുമാവിയാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. അസുമാവ് അവിടെ ഉണ്ട്. അസുമാവിയാണിത്. നമ്മളെ സുഹൃത്താണ്. പിന്നെ നമ്മൾ അങ്ങാടിയാണ് ഇപ്പോൾ ഞാൻ ഇത് കാണിക്കുന്നത് കേട്ടോ. അങ്ങാടിയാണ് ഫുൾ. നമ്മളെ അങ്ങാടിയാണ് ഇത് ഭാഗങ്ങളെ കാണിക്കുന്നത്. കാഴ്ചകളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മളെ ഫാൻസി ഐറ്റംസും എല്ലാം ഉള്ള ഒരു കടിമാറുണ്ട്. നമ്മൾ ആ ഇക്കന്നെ കടയ്ക്ക് ഞാൻ കയറുന്നുണ്ട്. അപ്പോൾ നമ്മളെ പുല്ലിപ്പറമ്പിലെ NC കളക്ഷൻസ് എന്ന ഫാൻസി കടയാണ് ഇപ്പോൾ കാണിക്കുന്നത് നമ്മളെ ഇക്ക. അപ്പോൾ ചെരുപ്പ് ഐറ്റംസും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പുല്ലിപ്പറമ്പിൽ അങ്ങാടിയിലാണ് കേട്ടോ. നിങ്ങൾ ദൂരമൊന്നും പോകണ്ട. നമ്മൾ പുല്ലിപ്പറമ്പ് അങ്ങാടിയിൽ വന്നാൽ എല്ലാ ഐറ്റംസ് സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് നമ്മൾ പുല്ലിപ്പറമ്പ് അങ്ങാടിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോർഡ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അവിടെ ബോർഡുണ്ട്. നമ്മളെ ഇതിൻ്റെ നമ്പർ ഇവിടെ ഉണ്ട്. നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ അതൊക്കെ ഫോണിലായിരുന്നു. അപ്പോൾ നമ്മളെ പ്രവാസി ലോകത്തെ കാണുന്ന എന്തൊക്കെ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? പറ. ഒരുപാട് ആളുകൾ നമ്മൾ പ്രവാസികളുണ്ട്. നമ്മളെ അങ്ങാടിയിലൊക്കെ മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താ പറയുക? ഒരുപാട് മാറ്റങ്ങളല്ലേ പോകുന്നത്? അപ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് നമ്മൾ പുല്ലിപ്പറമ്പ് അങ്ങാടി. അപ്പോൾ ഫാൻസിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പുല്ലിപ്പറമ്പ് അങ്ങാടിയെ. എൻ്റെ വീടിന് തൊട്ടടുത്ത് പുല്ലിപ്പറമ്പ് അങ്ങാടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. ഫാൻസി ഐറ്റംസ് എല്ലാ ഐറ്റംസും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഐറ്റംസും ടോയ്സും കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനമുണ്ട്. ചെരുപ്പ് തൊട്ടിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ പുല്ലിപ്പറമ്പ് അങ്ങാടിയിൽ പോയിട്ട് പോലെ നിങ്ങൾ ആരും കണ്ടിട്ട് ഇതിൽ ഈ വീഡിയോ വന്നതെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ പുല്ലിപ്പറമ്പ് അങ്ങാടിയിലെ കാഴ്ചകളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. എല്ലാ മോഡൽ ചെരുപ്പുകളും ഇവിടെ ഉണ്ട്. ലേഡീസ് എല്ലാവരും കേട്ടോ. അപ്പം നിങ്ങൾ പുല്ലിപ്പറമ്പ് അങ്ങാടിയിലൊക്കെ ഒന്ന് വന്ന് നോക്കുക. ഇവിടെ വരുമ്പം ഒന്ന് കയറിയിട്ട് ചോദിക്കുക ഏതൊക്കെ ഐറ്റംസ് ഉള്ളത്. എല്ലാ കുട്ടികൾക്ക് വേണ്ട ടോയ്സും എല്ലാ ഐറ്റംസും ഇവിടെ പുല്ലിപ്പറമ്പ് അങ്ങാടിയിലുണ്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് കേട്ടോ നമ്മൾ പുല്ലിപ്പറമ്പ് അങ്ങാടിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സുഹൃത്തുണ്ട്. അപ്പോൾ നമ്മളെ സുഹൃത്തുണ്ട് ഇവിടെ. അപ്പോൾ സുഹൃത്തിൻ്റെ ഒരു ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഈ സുഹൃത്തിൻ്റെ ഓട്ടോറിക്ഷമാണ് വിളിക്കുക. അപ്പോൾ നമ്മളെ സുഹൃത്തിൻ്റെ ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്താണ് കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ അപ്പം ഫോൺ നമ്പർ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഏത് സമയം എത്തുന്നതാണ്. അപ്പോൾ എന്താടാ കുട്ടാ ഏത് സമയം വിളിച്ചാത്തൂലേ? ഓക്കെ. അപ്പോൾ മാസ്ക് ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് അവൻ്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവൻ എത്തുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളെ സെൻട്രിങ് നമ്മളെ സുഹൃത്താണ് ഇത്. പ്രവാസി ലോകത്ത് കാണുന്ന നമ്മളെല്ലാ ചങ്കുകൾക്കും നമ്മളെ സെൻട്രിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. ഞാൻ അന്ന് എൻ്റെ വീഡിയോയിൽ കാണിച്ചിരുന്നു. എന്തൊക്കെയാ പറഞ്ഞോളൂ? പ്രവാസി ലോകത്തിനോട് നിങ്ങൾക്ക് എന്താ പറയണ്ടേ? നമ്മൾ ഒരുപാട് നമ്മളെ നാട്ടിലുള്ള ഒരുപാട് മാരാണ് അല്ലേ? ഓക്കെ. നിനക്ക് പണിയുണ്ടോ ഇപ്പോൾ? ഓക്കെ. അപ്പോൾ കേട്ടില്ലേ? അപ്പോൾ നമ്മളെ ഇവൻ്റെ ഭാഗത്തോട് പറഞ്ഞു. അപ്പോൾ നമ്മളെ ഇക്ക വാങ്ങൊടുക്ക് അടുത്ത് പുല്ലിപ്പറമ്പിലെ പള്ളിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. നമ്മളെ അങ്ങാടിയിലെ പള്ളിയാണ് കാണിക്കുന്നത്. അതിൻ്റെ പുറത്ത് നമ്മളെ മെജസ്റ്റിക് ടൈലർ ഷോപ്പുണ്ട്. അതുപോലെ നമ്മളെ മെജസ്റ്റിക് ടൈലർ ഷോപ്പിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മളൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ ഇതാണ് കേട്ടോ നമ്മളെ മെജസ്റ്റിക്. ഞാൻ അതിന് മുന്നേ അന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പുല്ലിപ്പറമ്പ് അങ്ങാടിയൊക്കെ എടുക്കുമ്പോൾ ഞാൻ ആ വീഡിയോ കൊണ്ട് എടുക്കാൻ വെച്ചത്. അപ്പോൾ ഒരു ഹോട്ടലുണ്ട്. അതുപോലെ നമ്മളെ ഇവിടെ ഒരു നമ്മളെ ബാർബർ ഷോപ്പുണ്ട്. അപ്പോൾ ആ ഹോട്ടലിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതാണ് നമ്മളെ മെജസ്റ്റിക് ടൈലർ ഷോപ്പ് കേട്ടോ. മെജസ്റ്റിക്കാണ് ഇത് പുല്ലിപ്പറമ്പ് മേലാങ്ങാടിയിൽ. ആദ്യം ഞാൻ അന്ന് വീഡിയോ ഇട്ടിരുന്നു. അപ്പം രാജേട്ടനുണ്ട്. രാജേട്ടൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് സംസാരിക്കാം. രാജേട്ടാ എന്തൊക്കെയാണ് പറ. രാജേട്ടാ നോക്ക്
കേട്ടോ ഞാൻ അന്ന് വീഡിയോയിൽ ഇട്ട നമ്മളെ രാജേട്ടനെ അന്ന് ചോദിച്ചിരുന്നത് ഒരുപാട് ആളുകൾ രാജേട്ടനാണ് എല്ലാ ഡ്രസ്സും അടിച്ചിരുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഇവിടെ നമുക്ക് പുല്ലുപറമ്പ് അങ്ങാടിയിലെ പിന്നെ കാഴ്ചകളൊക്കെ എടുത്തപ്പോൾ ഏതായാലും നമ്മളെ ഈ അങ്ങാടിമാട് എടുക്കാൻ വെച്ചിട്ടാണ് മെജസ്റ്റിക് മാട് എടുത്തത്. അപ്പോൾ ഒരുപാട് വെറൈറ്റി സാധനങ്ങളും അതുപോലെ നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ വാങ്ങാൻ കിട്ടും കേട്ടോ. ഒരുപാട് ലേഡീസിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും അതുപോലെ നമുക്ക് ബോയ്സിന് ആവശ്യമായ ഫാൻസും ഷർട്ട് പീസും എല്ലാ ഐറ്റംസും മുണ്ടും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ രാജേട്ടൻ്റെ കട എന്ന് പറഞ്ഞാൽ പുല്ലിപ്പറമ്പ് അങ്ങാടി തന്നെയാണ്. അപ്പോൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഈ കടലൊക്കെ ഒന്ന് പോയിട്ട് ഇങ്ങനെ ഒന്ന് വന്നു നോക്കുക എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഒരുപാട് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അവിടെ ഇതാണ് ഒരുപാട് ഐറ്റംസ് മുണ്ട് തൊട്ടിട്ട് ഒരുപാട് പിന്നെ ഡ്രസ്സ് എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മുടെ മാക്സ് തൊട്ടിട്ട് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പോൾ രാജേട്ടൻ്റെ കടയാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് കേട്ടോ. ഒരുപാട് അതുപോലെ ഷർട്ട് പീസൊക്കെ ആവശ്യമുള്ളവർക്ക് അതുകൊണ്ട് ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും ഫാൻസി പീസും ഷർട്ട് പീസും എല്ലാം ഇവിടെ ഉണ്ട്. ഇതിനുള്ളിലുണ്ട്. മുണ്ട് തൊട്ട് വെള്ളമുണ്ട് തൊട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കോട്ട് മുണ്ട് എന്താ നിങ്ങൾക്ക് ആവശ്യം ഇവിടെ ഒന്ന് ചോദിക്കുക അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ സുഹൃത്തുമാരുണ്ട്, നമ്മളൊരു സുഹൃത്തുമാരുണ്ട് പുറത്തുണ്ട്. എന്തൊക്കെയൊക്കെ ഓർത്താണോ പറയേ സുഖമല്ലേ? അപ്പോൾ ഇവിടുത്തെ നമ്മളെ പ്രവാസി ലോകത്ത് എല്ലാവരും കാണുന്ന നമ്മളെ നാട്ടിലെ ഒരുപാട് പ്രവാസികളുണ്ട്. അവർക്കൊക്കെ സന്തോഷമാണ് സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മളെ നാട്ടിലെ കാഴ്ചയെക്കുറിച്ചുള്ള ഒരുപാട് മാറ്റങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. അപ്പോൾ പുല്ലിപ്പറമ്പ് അങ്ങാടി ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു നമ്മളെ അങ്ങാടിയാണ് കുറച്ചപ്പുറത്ത് കണ്ടില്ല ഞാൻ നേരത്തെ ഇട്ടു. അപ്പോൾ കുറേ കാര്യങ്ങളിട്ട് ഒരുപാട് ലെങ്ത്ത് കൂടണമായി വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ കുറയ്ക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വന്ന് ഞാനൊരു പുല്ലിപ്പറമ്പ് അങ്ങാടിയിലൊരു ചേട്ടൻ്റെ നല്ലൊരു ഹോട്ടൽ കടയുണ്ട്. അപ്പോൾ ആ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് ഭക്ഷണങ്ങളും അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് പിന്നെ കണ്ടാലോ. എല്ലാവർക്കും ബായ്. ഇതാണ് മണ്ണൂർ വെള്ളത്തെ സുഹൃത്താണ് വന്നത്. എന്തെങ്കിലും പറ ഞാൻ പറയാം എവിടെ വരുന്നേ പറ എവിടെ വരുന്നേ. അപ്പം ഞാൻ അന്ന് വീഡിയോയിലിട്ടാൽ നമ്മൾ സുഹൃത്താണ് കേട്ടോ. ഓക്കെ. അപ്പം നമ്മളെ മണ്ണൂർ വളരെ നമ്മളെ സുഹൃത്തിനെ നിങ്ങൾ കാണിച്ചു തന്നു. ഇത് നമ്മൾ പുല്ലിപ്പറമ്പുള്ള കുറച്ച് ഫ്രണ്ട്സാണോ. നമ്മൾ പുല്ലിപ്പറമ്പുള്ള അതാണ് നമ്മൾ പുല്ലിപ്പറമ്പുള്ള ഫ്രണ്ട്സാണ് ഇതൊക്കെ. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്. പിന്നെ നമ്മളെ മൊബൈൽ ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ മൊബൈൽ ഷോപ്പാണ് ഹായ്. നമ്മളെ ഒരു സുഹൃത്താണ് നമ്മുടെ അത്. അനക്കെന്താ പറയണേ പറയാം നിങ്ങളെ കളി ക്ലബിന്റെ ഒന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളെ ക്ലബിന്റെ പേര് പറഞ്ഞു കൊടുക്ക്. പറടാ പറ.